ഉറങ്ങിയായിരുന്നോ? ഇല്ലല്ലേ? ഇത് പിടിച്ചേ, ഞാൻ എന്തൊക്കെ കാണണം മഞ്ജരി ഇനി ഈ വേദിയില്. ഇതാരാ? ഇതിപ്പോ മഴ പെയ്തേനെ. മഴ ഇത് സ്റ്റുഡിയോ ആയതുകൊണ്ട് അറിഞ്ഞില്ല തോന്നുന്നുണ്ട്. പുറത്തൊക്കെ മഴ പെയ്തു തുടങ്ങി. വൈശാലിയും തകർത്തു, ഋഷ്യശൃംഖലും പൊളിച്ചു അല്ലേ? തകർത്തു. എന്തായിരുന്നു ഇത് ഏത് വനത്തിന്നാ ഇപ്പൊ വശീകരിച്ചു കൊണ്ടുവന്നത്? ചെയ്യില്ലെന്ന് പറഞ്ഞ് മടിച്ചു നിന്നു. ചെയ്തു ഭാര്യക്ക് വേണ്ടി. ആഹാ, എന്തായാലും തകർത്തു. അടിപൊളിയായിരുന്നു. രണ്ടുപേരും തകർത്തു. ക്യാരക്ടർ നേരം ഇങ്ങനെ കൈയും വെച്ചോണ്ട് വെറുതെ നിന്നത്. ഞാൻ വെച്ചു മുഴുവൻ പാട്ടിൽ നിൽക്കേണ്ടി വന്നാലും ഋഷ്യശൃംഗൻ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഓൺ തപസ്. വൈശാലി തപസ് ഇളക്കി വെളിയിൽ കൊണ്ടുവന്നു. വെളിയിൽ കൊണ്ടുവന്നിട്ടും ആള് ഗൗരവം വിട്ടില്ല. വെയിറ്റ്, ഭയങ്കര വെയിറ്റ്. ടിൽ ആ പടം വരപ്പിച്ച് കൊടുത്തു. അതെങ്കിലും ചെയ്തല്ലോ. മറ്റത് മുഴുവൻ വൈശാലിക്ക് വിട്ടുകൊടുത്തു. ഫുൾ ജോബ്. ദാറ്റ്സ് എ സ്പിരിറ്റ്. ഗുഡ് സ്പിരിറ്റ്. താങ്ക് യു സോ മച്ച്. മഞ്ജരി, വൈശാലി പാടാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയില്. ഋഷ്യശൃംഗൻ ഇങ്ങനെ വലിക്കുന്നു, കറക്കുന്നു, ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നു. അപ്പൊ പാടാൻ കുറച്ച് ഡിസ്ട്രാക്ഷൻ. ഋഷ്യശൃംഗനേക്കാളും കൂടുതൽ ഡിസ്ട്രാക്ട് ആയത് നമ്മുടെ വൈശാലിയാ. വൈശാലിയുടെ തപസ്സാണ് ഇളക്കിയത്. അതെ, വൈശാലി അസലായിട്ട് പെർഫോം ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പാട്ടും അസലായിട്ട് പാടി. ഇതില് ദീപയ്ക്ക് ഹയർ പോർഷൻസ് പാടുമ്പോൾ എളുപ്പമാണ്. പക്ഷെ അങ്ങോട്ട് താഴത്തെ രജിസ്റ്റേഴ്സ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിലേക്ക് വരുമ്പോഴ അവിടെയൊക്കെ സംഗതികൾ വരുമ്പോഴത്തേക്ക്. അതാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ത്രൂ ഔട്ട് മുകളിലൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം ഒന്ന് ശരിയാക്കണം. താഴത്തെ കിൻഷ പിണങ്ങിയിരിക്കുകയാണ്. അതൊന്ന് ശരിയാക്കണം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ജഗജില്ലി പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ ആൾക്കൂട്ടാണ് ഈ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിട്ട്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ല അഭിപ്രായങ്ങളാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഋഷ്യശൃംഗൻ അതൊരു 10 പ്രാവശ്യം പറയ. ഋഷുന്ന് മാത്രം വിളിക്കരുത്. സിംഗൻ. ഈ സിംഗനെ പറ്റി എന്താണ് പറയാനുള്ളത്? ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു മടിച്ചിരുന്നെങ്കിലും പിന്നെ ആളായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയത്. എന്ത് തോന്നുന്നു ഈ ഒരു ഗെറ്റപ്പില്? ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റില്ല, അത് തന്നെ വലിയ ഭാഗ്യം. ഇങ്ങനെയൊക്കെ നടക്കുക എന്നുള്ളത്. എന്തായാലും കലക്കി. വൈശാലിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? തപസ് ഇളകിയോ? ഇളക്കിയല്ല പിന്നെ എന്താണ്. ഇപ്പോ ദീപയുടെ ഹസ്ബൻഡിന്റെയും പെർഫോമൻസ് കാണാനായിട്ട് ദീപയുടെ സ്വന്തം നാട്ടിൽ നിന്ന് കുടുംബശ്രീ അംഗങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഈ വേദിയിലോട്ട് വിളിക്കണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. തീർച്ചയായും വിളിക്കണ്ടേ? അപ്പൊ എല്ലാരും വിളിച്ചോളൂ. എല്ലാവരും വാ. എന്തൊരു അച്ചടക്കമുള്ള കുട്ടികളല്ലേ. എല്ലാരും വരിയായി നിൽക്കുന്നു. ഹായ്. നിങ്ങളെല്ലാരും ദീപയുടെ കുടുംബശ്രീയിലെ അംഗങ്ങളാണോ? ആണ്. ദീപയുടെ പാട്ടൊക്കെ കാണാറുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിലെ പാട്ടൊക്കെ കേട്ടോ? എന്ത് തോന്നി? അഭിമാനം തോന്നി? വേറെ ആർക്കാണ് ദീപയെ പറ്റി പറയാനുള്ളത്? അതെ, അവിടെ ഒരു അമ്മ റെഡിയാണ് മൈക്കൊക്കെ പിടിച്ച്. എറണാകുളം ജില്ലയിൽ കോട്ടുപള്ളി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങൾക്ക് അഭിമാനമായി പറയാനുള്ള ദീപക്ക് 100 ആശംസകൾ എൻ്റെ പേരിലും കുടുംബശ്രീയുടെ പേരിലും ഞാൻ വന്നു പറയും. അപ്പോ ഒരു നാട്ടുകാരുടെ മൊത്തം അഭിമാനമായിട്ടാണ് ദീപ ഈ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കണം അവൾ വിജയത്തിലെത്തട്ടെ എന്ന്. ഞങ്ങളുടെ അഭിമാനമാണ് അതെ. ദീപ എന്ത് വേണതാ, നാട്ടുകാര് ഇവിടെ തൊട്ടപ്പുറത്ത് വന്ന് നിന്ന് പറയുവാണ്, ലോകത്തിനോട് വിളിച്ചു പറയാണ് ഞങ്ങളുടെ അഭിമാനമാണ് ദീപ എന്ന്. എന്താണ് ഇവരോട് പറയാനുള്ളത്? നിങ്ങളുടെ കുടുംബശ്രീ ഈ യൂണിറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കുടുംബശ്രീയിൽ മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലുള്ളതും എന്റെ ബന്ധുക്കളും എല്ലാവരും ഉണ്ട് ഇതില്. ഞങ്ങളുടെ സ്വന്തമാണ് എല്ലാവരും. അപ്പൊ അങ്ങനെയും കൂടി ഉണ്ട്. എല്ലാവരോടും ഒത്തിരി നന്ദി. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. ഇതുവരെ ദീപ വളരെ പതുങ്ങി നിന്ന ഒരാളാ. ഇവരൊക്കെ വന്നപ്പോഴത്തേക്കാണ് ദീപ ഒന്ന്. എന്തായാലും ഈ സുന്ദരികളായിട്ടുള്ള നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരും അമ്മമാരും എല്ലാരും ഇവിടെ വന്ന് നമ്മുടെ ദീപയെ ശരിക്കും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. താങ്ക് യു. നിങ്ങൾക്ക് ഇന്നത്തെ ദീപയുടെ ഭർത്താവിന്റെ ഈ പെർഫോമൻസ് എന്ത് തോന്നി? സഹിച്ചു നന്നായിരുന്നു. ഇവിടെ ഭയങ്കര കയ്യടി. നിങ്ങൾ 2 സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് കൊള്ളാം നന്നായിട്ടുണ്ട് അഭിനയം എന്നൊക്കെ. എന്തായാലും ഇങ്ങനെ ഒരു ടീം നിങ്ങളുടെ കൂടെ ഉള്ളത് നല്ലതാ. എപ്പോഴും ഒരു എനർജി ആയിരിക്കും. ഇനി മുന്നോട്ട്. ദീപ നന്നാവട്ടെ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. സാറിന് ഞങ്ങളുടെ മാമന് ഭയങ്കര ഇഷ്ടമാണ്. ബാബു എന്ന് പറയും. മാമന് വേണ്ടി ഒരു ഹായ് പറയണം സാറ്.
ഹായ് ബാബു, ഹൗ ആർ യു? ഓ അതുപോലെ ഡെയിനോളും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേക ഒരു കുട്ടി നന്ദനമോള് പറഞ്ഞിട്ടുണ്ട് ഒരു ഹായ്, ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത്, ഭയങ്കര ഫാനാണ്. ആണോ? ആ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നന്ദന്റെ മോള് എത്ര വയസ്സായി? വലിയ കുട്ടിയായി, എത്രയായെന്നറിയില്ല, വെച്ചാല് ഇപ്പൊ കണ്ടിട്ടൊക്കെ ഒരുപാടായി ഞാൻ. നന്ദൻ മോൾ എന്റെ ഒരു ബിഗ് ഹായ്. നമ്മൾ അതിൽ അവസാനിപ്പിച്ചിരിക്കും. ശരി, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ ദീപയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഇനിയും തുടരുക. അപ്പോൾ ഇനിയും സമയം കണ്ടെത്തി വരിക കേട്ടോ. ശരി, അപ്പൊ എന്തായാലും ദീപ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും കാണാൻ സാധിച്ചില്ല, ഒരുപാട് സന്തോഷം. നന്ദി, താങ്ക് യു.